ക്രോഷ്യ റോസ് ഫ്ലവർ ബാക്ക് ജാം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫൗണ്ടേഷൻ ചെയ്യാൻ 66 ചെയ്യാം. അതിനുശേഷം ആദ്യത്തെ 5 സ്റ്റെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. ദെൻ 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് ചെയിനിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ചെയിൻ 2 ചെയ്യുക. ആ സെയിം ചെയിൻ സ്പേസിലേക്ക് തന്നെ ഒരു ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യാം. ഈ ഒരു പാറ്റേൺ ആണ് ത്രൂ ഔട്ട് നമ്മൾ ഈ ചെയിനിൽ റിപ്പീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ വീണ്ടും 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ചെയിൻ 2 ചെയ്യുക. ദെൻ വീണ്ടും ആ സെയിം ചെയിൻ സ്പേസിലേക്ക് നമ്മളൊരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇപ്പോൾ ഫോം ചെയ്തിട്ടുള്ളതാണ് വി സ്റ്റിച്ച്. ഇതുപോലെ കംപ്ലീറ്റ് വി സ്റ്റിച്ച് ചെയ്തെടുക്കുക. 3 ചെയിൻ ചെയ്തിട്ട് വർക്ക് ടേൺ ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് വി സ്റ്റിച്ചിനുള്ളിലേക്ക് 5 ഡബിൾ ക്രോഷ്യ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിലേക്ക് നമ്മളൊരു സിംഗിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വി സ്റ്റിച്ചിലേക്ക് 6 ഡബിൾ ക്രോഷ്യ ചെയ്യാം. അതിനുശേഷം ആ ഗ്യാപ്പിലേക്ക് വീണ്ടും നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഇനി ത്രൂ ഔട്ട് ബാക്കിയുള്ള എല്ലാ വി സ്റ്റിച്ചിലേക്കും 8 ഡബിൾ ക്രോഷ്യ വീതം ചെയ്യുക. ഗ്യാപ്പുകളിൽ ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ ത്രൂ ഔട്ട് ചെയ്തെടുക്കാം. ലാസ്റ്റത്തെ 2 വി സ്റ്റിച്ചിലും നമ്മൾ 10 ഡബിൾ ക്രോഷ്യ വീതമാണ് ചെയ്യേണ്ടത്. നമുക്കത് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എൻഡ് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ട് ടെയിൽ എൻഡ് ഇത് ഹുക്കിരിക്കുന്ന ലൂപ്പിലൂടെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കവിടെ അത് ടൈ ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ ഫ്ലവറിൻ്റെ പെറ്റൽസ് ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. ടാപ്പസ്ട്രി നീഡിൽ ഉപയോഗിച്ചിട്ട് ഫ്ലവേഴ്സിൻ്റെ ലെയർ നമുക്ക് തുന്നിയെടുക്കാം. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫ് ചെയ്യാം. അപ്പോൾ ലീഫിനായിട്ട് ആദ്യം നമ്മളൊരു 5 ചെയിൻ ഇട്ട് കൊടുക്കുക. 5 ചെയിൻ ഇട്ടതിന് ശേഷം ഫസ്റ്റ് ചെയിനിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ദെൻ ചെയിൻ 1 ചെയ്യുക. അതിനുശേഷം 6 ഹാഫ് ഡബിൾ ക്രോഷ്യ ഈ ചെയിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചെയ്തെടുക്കുകയാണ്. സെൻറ്ററിലേക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ ചെയിൻ 1 ചെയ്യുക. ദെൻ എല്ലാ സ്റ്റിച്ചിലേക്കും 2 ഹാഫ് ഡബിൾ ക്രോഷ്യ വീതം ചെയ്യുക. അപ്പോൾ ടോട്ടൽ 12 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. അതിനുശേഷം വീണ്ടും നമ്മൾ ചെയിൻ 1 ചെയ്യുക. 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക ഫസ്റ്റ് സ്റ്റിച്ചിൽ. ദെൻ 1 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. അപ്പോൾ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ 1 ഹാഫ് ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാം. അപ്പോൾ ടോട്ടൽ 18 കിട്ടും. ഇനി ലീഫ് ചെയ്യാം. ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് 9 ചെയിൻ ഇടുക. അതിനുശേഷം സെക്കൻഡ് ചെയിനിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം തേർഡ് ചെയിനിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ. ഫോർത്ത് ചെയിനിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ദെൻ 5th 6th 7th ഈ 3 എണ്ണത്തിലേക്കും 1 ഡബിൾ ക്രോഷ്യ വീതം ചെയ്യുക. ദെൻ നെക്സ്റ്റ് ചെയിനിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ദെൻ നെക്സ്റ്റിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അപ്പോൾ ബിഗിൻ ചെയ്തിട്ടുള്ള ആ ചെയിനിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 1 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇനി ഈ പാറ്റേൺ തന്നെ നെക്സ്റ്റ് ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ 9 ചെയിൻ ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ ചെയ്ത പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുക. ഇനി ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെയിനാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ 60 ചെയിൻ ഇടുക. അതിനുശേഷം സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ഇതുപോലെ ടൈ ചെയ്തെടുക്കണം. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. അപ്പോൾ ക്ലിയറായി മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചാനൽ വിസിറ്റ് ചെയ്യാം.